അരവിന്ദേ മോനെ, എടാ ഒരു 5000 മറിക്കണ്ടോ അവിടെ? അവിടെ ഇല്ലേ? നീ ആരാ വിളിക്കും? ആ എടാ അർജുനെ, എടാ ഒരു 5 രൂപ മറിക്കാനുണ്ടോ എൻ്റെ? അരവിന്ദേ, എടാ മോനെ, എന്നാ ഉണ്ടോ വിശേഷം? എടാ ഞാൻ വിളിച്ചതേ ഒരു 5000 രൂപ മറിക്കാനുണ്ടോ? നിസാമിക്ക ഹലോ ഹലോ. ആ അതല്ലോ പറഞ്ഞ ആരായിരുന്നു? ഞാൻ ബ്രിട്ടോയാ. പ്ലസ് ടു പഠിച്ചേ. എന്തുണ്ട് വിശേഷം? ഞാൻ അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാ. എന്തായിരുന്നു? എടാ നീ അന്നേ പ്ലസ് ടു പഠിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു നിന്റെ ഒരു ടൈം മെഷീൻ ഉണ്ടെന്ന്? നീ ഓർക്കുന്നില്ലേ പണ്ട് നീ പറഞ്ഞിട്ടില്ലേ ഒരു ടൈം മെഷീന്റെ കാര്യം? അത് തന്നെ ടൈം മെഷീനാ? എടാ ഞാനേ പിന്നെ വേണ്ടാ, ഞാൻ പൈസ തരാം നിനക്ക്. എത്രയാന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി. ഇവനിപ്പോഴും പ്ലസ് ടു വന്നിട്ടില്ലേ? പിന്നെന്താ പറഞ്ഞേ? എടാ പൈസ ഒന്നൊരു വിഷയമല്ല, നീ എന്നെ ഒന്ന് കാണിച്ചെന്നാ മാത്രം മതി. ഓക്കെ, ഞാനേ ഈ നമ്പർ എന്റെ ഗൂഗിൾ പേ നമ്പറാ. ഇതിലേക്ക് ഒരു 5000 രൂപ ഇഞ്ഞിട്ടേ. ഇപ്പൊ ഒരു 3 തരാം, ബാക്കി കണ്ടിട്ട്. എന്നെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഡിജിലേ, ഹലോ ബ്രോ, എന്താ വിളിച്ചേ? എന്തായി? അങ്ങനെയാണെന്ന് വൈകിട്ട് കാണാം. നെവർ, ദാറ്റ്സ് ഇമ്പോസിബിൾ. പോസിബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. മുമ്പേ പറഞ്ഞില്ലേ? അയ്യോ വേണ്ട. ഞാൻ ഒപ്പിക്കാം. അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് സയന്റിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് കുറച്ച് പാടാ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ 1-2 ഫങ്ഷൻസ് റെഡി ആവാനായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ആക്രി കണ്ടാ വിശ്വസിക്കൂ? എന്തായാലും ഇത്ര വിശ്വസിച്ചില്ലേ, ഇത് വിശ്വസിച്ചു. കുഴപ്പമില്ല, വൈകിട്ട് വാ. എന്തായാലും പെട്ടു. 1-2 ലൈറ്റൊക്കെ കുറിച്ച് പൊട്ടനെ പറ്റിക്കും. അയ്യോ, ആരാണല്ലോ. ഹലോ, 3 മണിക്കോ? പൈസ അല്ലേ? 3 മണിക്ക് തന്നേക്കാം. പൊട്ടനല്ലേ, ഇത് കൊടുത്ത് വിശ്വസിപ്പിക്കാം. ഇനി ഒന്നും ചെയ്യാനൊന്നും പോണ്ട. ഹലോ, തിരിഞ്ഞു നിൽക്കുന്ന ആള് നീയാണോ? തിരിഞ്ഞു നിൽക്കുന്നതോ? ഹലോ, ഹായ് ബ്രൂണോ. അല്ലടാ ബ്രിട്ടോ. എടാ ബ്രിട്ടോ, നിനക്കൊരു മാറ്റമില്ലടാ. പണ്ട് പ്ലസ് ടു കണ്ടപോലെ തന്നെ ഉണ്ടല്ലോ എന്നെ കാണാൻ. സാധനമൊക്കെ തുണിക്കടിയിലുണ്ടെന്നേ. എന്റെ തുണിക്കടിയല്ലെന്നേ, ഇതേ അതിന്റെ ഇടയിലുണ്ടെന്നാ പറഞ്ഞേ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പൊ എങ്ങനെയാ, പോകട്ടെ? റേഡിയോ അല്ലേ? നീ എന്ന് പറഞ്ഞത് വാച്ചാണെന്നാണല്ലോ. എടാ അതൊന്ന് വാച്ചായിരുന്നു. പിന്നെ പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും റേഡിയോ ആണ് ബെറ്റർ. അതാകുമ്പം പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ന്യൂസ് അറിയണ്ടേ. അതിന് റേഡിയോ അല്ലേ ബെറ്റർ? വിശ്വസിച്ചു. ഇത് വർക്ക് ചെയ്യോ? 3000 രൂപയ്ക്ക് 20 സെക്കൻഡ് പോസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. പക്ഷെ ഞാൻ ചോദിച്ച എമൗണ്ട് വരുവാണെങ്കിൽ നിനക്ക് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോകാൻ പറ്റും. കഴിഞ്ഞ വർഷം ഞാനൊന്ന് ഫ്യൂച്ചറിലേക്ക് പോയായിരുന്നു. അതുവേണ്ടി ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ദേ ഈ കാണുന്ന പോസ് ബട്ടൺ ഞെക്കിയാൽ ഇവിടെ മുഴുവനും പോസ് ആവും. എങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഒരു തവണ മാത്രമേ സ്വിച്ചിലൊന്ന് ഞെക്കിയാൽ മതി.
എന്റെ മോനെ ഇത് വർക്ക് ചെയ്യും. ഒട്ടം വിശ്വസിച്ച് ഇത് വർക്ക് ചെയ്യും. ഇത് ശരിക്കും വർക്ക് ചെയ്യും. എന്നതൊക്കെ പോയേക്കാം. അയ്യോ പോയല്ലോ, പണിയായല്ലോ. അവനെന്തി പോയാ? ആ എന്തേലും ആവട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞില്ല അത് കയറുന്നു. ഒരു സാധനം വെച്ചാണ് ഇത് വർക്കും ചെയ്യൂ? വർക്ക് ചെയ്യായിരുന്നല്ലേ? നല്ല സൗണ്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? ഇതൊന്നുമല്ല, അത് വേറൊന്നുമില്ലേ? ആരും വരത്തില്ല. ഇതൊക്കെ ഏത് യൂള ചാനല്? ஹலோ ஹலோ தம்பி, யாராவது இருக்காங்களா அங்க? തമിഴാ? ஆமா சார், தமிழ்தான் தமிழ்தான். ஹெல்ப் பண்ணுங்க சார், ப்ளீஸ் തമിഴാ? ஹெல்ப் பண்ணுங்க, எப்படியாவது ஹெல்ப் பண்ணுங்க சார். ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? சார் எப்படியாவது காப்பாத்துங்க சார், நான் அதுக்குள்ள மாட்டிச்சு சார். ഹലോ, ரொம்ப நாளா இங்க மாட்டிட்டு இருக்கு சார், எப்படியாவது ஹெல்ப் பண்ணுங்க சார், ப்ளீஸ் சார். நீங்க எப்படி இங்க? தம்பி, இது வந்து ஒரு பெரிய கதை. உங்க முன்னாடி இருக்கிறது ஒரு நார்மல் ரேடியோ கிடையாது, அது வந்து ஒரு தப்பான டேஞ்சரான மிஷின். என் ஊர்ல ஒரு சயின்டிஸ்ட் இருக்காங்க, அவன் வந்து ஒரு பெரிய சைக்கோ. இந்த ரேடியோ உருவாக்கியது அவன் தான். அவனால தான் நான் இந்த சிக்கல்ல மாட்டிக்கிச்சு. தப்பா யூஸ் பண்ணாத தம்பி, இது வந்து பெரிய டேஞ்சர். സത്യം പറയടോ, ഇതെന്തോ പ്രാങ്ക് അല്ലേ? അവന്റെ ഒരു ഊള കഥ. ഇതിനകത്ത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴയൊന്നും ഇല്ലേ? ബ്രൂണോ? ബ്രിട്ടോ? ഇതെന്തോ കാര്യം പിടിക്കാൻ. എടാ നീ എങ്ങനെ ഇതിനകത്ത് വന്നേ? ഞാനോ? ചോദിക്കാതിരിക്കുവായിരുന്നു. നീ ആരോട് വെച്ചിട്ടാ എന്റെ റേഡിയോ എടുത്തോണ്ട് പോയി? അതൊക്കെ ഇനി എന്തിനാണോ പറയുന്നത്? എനിക്ക് അവന്റെ റേഡിയോ വേണ്ട, ഒന്നും വേണ്ട. എന്റെ നീ ഒന്ന് രക്ഷിച്ചാ മതി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല എന്നാലും നീ എങ്ങനെ ഇതിനകത്ത് വന്നേ? എനിക്കറിയില്ല, നീ തേങ്ങയുടെ ഇതിനകത്തുണ്ടാക്കി വെച്ചേക്കണം. നീയല്ലേ വലിയ ശാസ്ത്രജ്ഞൻ. ശാസ്ത്രജ്ഞനാണോ? നീ കരയാതെ നീ എങ്ങനെ ഇതിനകത്ത് വന്നെന്ന് പറഞ്ഞു? എനിക്കറിയത്തില്ലടാ, എങ്ങനെയെങ്കിലും എന്നെ ഇതൊന്ന് രക്ഷിക്കണം ദ്രോഹി മഹാഭാവി. നീ കരയാതെ സമാധാനപ്പെടു. നീ ഇപ്പോ എവിടെ ഉള്ളേ? അവിടെ എന്തെങ്കിലും അടയാളം പറയാനുണ്ടോ? ഇവിടെ ഒരു തോടും ഒരു കാറും ഒരു ബോർഡും മാത്രമുള്ളടാ. എനിക്ക് വീട്ടിൽ പോകണടാ, ശാസ്ത്രജ്ഞൻ തെറ്റി. എടാ നിക്ക്, അതേതാ കാറെന്ന് പറഞ്ഞേ? എനിക്ക് അറിയത്തില്ലടാ, അത് ചുവന്ന കാറാ. ചുവന്ന കാർ എത്ര എണ്ണം ഉണ്ടറാ? ഏത് കാറാന്ന് പറ. എനിക്ക് അറിയത്തില്ലടാ, എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്ക്. എന്നാ ഓക്കെ ശരി. അവിടെ ഒരു ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ബോർഡ് ഒന്ന് വായിച്ചു. വള്ളിക്കടവാടാ. എടാ പൊട്ടം ക്ലാപ്പ, അതിവിടെ നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ലേ? വന്നെന്നെ രക്ഷിക്ക്. അവിടെ തന്നെ നിക്ക്. ദോഫാക്കുന്നുണ്ട്, അങ്ങോട്ട് വരുവാ. ഹോ, നടക്കുന്നതെല്ലാം യുദ്ധയ്ക്ക് കഥ കാര്യങ്ങളാണ്. എന്തായാലും മുണ്ട് മാറ്റി പാൻറ്റിട്ടിട്ട് പോവാം. എടാ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നീ പറഞ്ഞതുപോലെ കാറ്, തോട്, ബോർഡ് എല്ലാം ഉണ്ട്. നീ എവിടെ നിൽക്കുന്നേ? നീ എവിടെ ഉള്ളേ? എവിടാടാ? എനിക്ക് കാണത്തില്ല.
നീ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണോ? എടാ ഒന്നുകൂടെ ചോദിക്കട്ടെ, ശരിക്കും ഈ സ്ഥലം തന്നെയാണോ നീ പറഞ്ഞത്? എടാ നീ എവിടെയാ? എടാ എവിടെ നീ? എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നില്ലടാ. എടാ നീ എവിടെ ഉണ്ടെന്ന് നീ പറയുന്നത്? എന്റെ പൊന്നു ബ്രൂണോ, എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ബ്രിട്ടോ എങ്കിൽ ബ്രിട്ടോ. എടാ എന്റെ പൊന്നു ബ്രിട്ടോ, എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെന്ന്. നീ ഉള്ളത് പറ, നീ ഇവിടെ തന്നെയാണോ ഉള്ളത്? നീ കാണുന്നില്ലേ? ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. എടാ എന്നെ ഒന്ന് രക്ഷിക്കടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. എടാ ഹലോ ഹലോ, കേക്കാവോ? കേൾക്കാം, നീ വെക്കല്ലേ? എടാ എനിക്ക് തോന്നുന്നത് ചിലപ്പം നീ ഈ ലോകത്തിന്റെ വേറെ ഏതോ ഒരു ഡയമെൻഷനിലാണ്. ഒരു പക്ഷേ നീ ഇതിനകത്ത് പോയ പോലെ തന്നെ നിനക്ക് ഇതിനകത്ത് തിരിച്ചിറങ്ങി വരാൻ പറ്റിയേക്കും. അവസാനത്തെ ട്രൈ ആണ്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ നീ കറക്റ്റായിട്ടുള്ള മറുപടി പറയണം. ഒരു പക്ഷെ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റിയേക്കും. അന്ന് ശരിക്കും എന്താ സംഭവിച്ചേ? പക്ഷിയല്ലേ പറന്നുപോയെ? ഇനിയിപ്പോ ഇത് വർക്ക് ചെയ്യുന്നില്ലേ? നിക്കട്ടെ. അതൊന്നുകൂടെ പറഞ്ഞേ. എടാ ബ്രൂണോയെ, ബ്രിട്ടോ, +2 നിന്റെ കൂടെ കൊമേഴ്സ് എടുത്ത് ഞാൻ അത് കഴിഞ്ഞ് പോളിടെക്നിക്കിന് പോയത് എന്തിനാ എന്ന് എല്ലാരും എന്നോട് ചോദിച്ചു. അതിനിപ്പോ എനിക്ക് ഉത്തരവുണ്ടാ. ഈ ലോകം എന്റെ ഉള്ളം കയ്യിലാ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. ഈ ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ പോവാ. കാണണോ? ബ്രിട്ടോ, നീ റെഡിയല്ലേ? എടാ നീ എന്നെ കണ്ടോ? അപ്പൊ നീ എന്നെ രക്ഷിച്ചല്ലോടാ. താങ്ക്സ്. രക്ഷിച്ചതല്ല, ഞാനും പെട്ടു. നമ്മളിനി എങ്ങനെ ഇതിനകത്ത് പുറത്തിറങ്ങും? காப்பாத்துறதுக்கு நான் நினைச்சு மட்டும்தான் முடியும். നമ്മൾ രണ്ടുമല്ലാതെ ഇനി ആൾക്കാരുണ്ട് ഇതിനകത്ത്. നമുക്ക് അവരെ കണ്ടുപിടിക്കണം. இங்க எல்லாமே வெளியே வரணும்னா நான் இந்த சுவிட்ச் ஆஃப் பண்ணியதாகணும். பூச்சி